നമസ്കാരം. മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരന്മാരിൽ ഒരാളായ പാക് കനേഡിയൻ ഭീകരൻ തഹാവൂർ ഹുസൈൻ റാണയെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ വിട്ടു. രാത്രി 10:30 പട്യാല ഹൗസ് കോടതിയിലെ പ്രത്യേക NI ജഡ്ജി ചന്ദേർജിത്ത് സിംഗിന് മുന്നിൽ ഹാജരാക്കിയ റാണെ 18 ദിവസത്തേക്കാണ് NIA കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. തുടർന്ന് NIA ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. ഡൽഹി സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി ഏർപ്പെടുത്തിയ അഭിഭാഷകൻ പീയൂഷ് സച്ദേവ് റാണയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്നു. മുംബൈ ആക്രമണത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും റാണയെ 20 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നുമായിരുന്നു NIA ആവശ്യപ്പെട്ടത്. അതീവ സുരക്ഷയിൽ റാണയെ വ്യാഴാഴ്ച രാത്രി 10:45 കോടതിയിൽ എത്തിച്ചത്. മണിക്കൂറുകൾ നീണ്ട വാദം കേൾക്കലിനു ശേഷം വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് കോടതി റാണയെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേസിൽ ഒന്നാം പ്രതിയായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുമ്പ് തഹാവൂർ ഹുസൈൻ റാണയുമായി മുഴുവൻ ഓപ്പറേഷനെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നുവെന്ന് NIA കോടതിയിൽ വാദിച്ചിരുന്നു. ഹെഡ്ലിയുടെ മൊഴിയടക്കമുള്ള വിശദാംശങ്ങൾ NIA കോടതിയിൽ നൽകി. എന്നാൽ NIA കോടതി 3 ആഴ്ചത്തേക്കാണ് റാണയെ കസ്റ്റഡിയിൽ വിട്ടത്. NIA പ്രത്യേക കോടതി ജഡ്ജി ചന്ദ്രജിത്ത് സിംഗ് ആണ് വാദം കേട്ടത്. കസ്റ്റഡി കാലയളവിൽ റാണയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് NIAയുടെ പദ്ധതി. അമേരിക്കയിൽ നിന്ന് എത്തിച്ച റാണയുടെ അറസ്റ്റ് വിമാനത്താവളത്തിൽ വെച്ചാണ് രേഖപ്പെടുത്തിയത്. റാണയുടെ ചിത്രവും NIA പുറത്തുവിട്ടിട്ടുണ്ട്. മുഖം വ്യക്തമാകാത്ത ചിത്രമാണ് പുറത്തുവിട്ടത്. NIA ഉദ്യോഗസ്ഥർക്കൊപ്പം തിരിഞ്ഞു നിൽക്കുന്നതാണ് ചിത്രത്തിലുള്ളത്. ഇടയ്ക്ക് മുംബൈ ഭീകരാക്രമണ കേസിൽ ഇന്ത്യക്ക് കൈമാറാമെന്ന US കോടതി ഉത്തരവിനെതിരെ പ്രതി പാക് വംശജനായ കനേഡിയൻ വ്യവസായി തഹാവൂർ റാണ US സുപ്രീം കോടതിയെ സമീപിച്ചതും വലിയ വാർത്തയായിരുന്നു. അപ്പീൽ കോടതിയിൽ നിന്നും പ്രതികൂല വിധി ഉണ്ടായതിനെ തുടർന്നാണ് തഹാവൂർ റാണ US സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്ത്യക്ക് കൈമാറാതിരിക്കാൻ റാണയ്ക്ക് മുന്നിലുള്ള അവസാന നിയമസാധ്യതയായിരുന്നു അത്. റാണയുടെ കുറ്റകൃത്യം വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ നൽകിയിട്ടുണ്ടെന്ന് വിധി പറഞ്ഞ മിലാൻ ഡി സ്മിത്ത്, ബ്രിഡ്ജറ്റ് S ബേഡ്, ഡിസ്നി A ഫിറ്റ്സ്വാർ എന്നിവരടങ്ങിയ 3 അംഗ ജഡ്ജിമാരുടെ പാനൽ കണ്ടെത്തിയിരുന്നു. ഇന്ത്യയും US തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് റാണയെ കൈമാറ്റം ചെയ്യാൻ സാധിക്കുക. കൈമാറ്റ ഉടമ്പടി പ്രകാരം റാണയെ കൈമാറാൻ കഴിയുമെന്ന് US അറ്റോർണി ബ്രാം ആൽഡൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഭീകരാക്രമണത്തിന് മുൻപായി പ്രതി തഹാവൂർ റാണ പലതവണ കൊച്ചിയിലെത്തിയിരുന്നുവെന്നും റാണ എന്തിന് കൊച്ചിയിൽ വന്നുവെന്നും NIA അന്വേഷിക്കുമെന്നും വിവരമുണ്ട്. നവംബർ പകുതിയോടെ റാണ കൊച്ചിയിലെത്തി. മറൈൻ ഡ്രൈവിലെ താജ് ഹോട്ടലാണ് താമസിച്ചത്. ഭീകരാക്രമണത്തിന് ശേഷം താജ് ഗ്രൂപ്പ് അവരുടെ ഹോട്ടൽ ശൃംഖലകളിൽ താമസിച്ചിരുന്ന വിദേശികളുടെ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു. അതിൽ റാണയുടെ പേരുണ്ടായിരുന്നു. ഒരുപാട് തവണ റാണ കൊച്ചിയിൽ വന്നുവെന്നും ഇമിഗ്രേഷൻ വകുപ്പിൽ അതിനുള്ള തെളിവുകളുണ്ടെന്നും മുൻ DGP ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കിയിരുന്നു. കൊച്ചിയിൽ യുവാക്കളെ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീവ്രവാദത്തിന്റെ സാമ്പത്തിക ഉറവിടത്തിനെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സെല്ലിന്റെ തലവനായിരുന്നു ബെഹ്റ. മുംബൈ ഭീകരാക്രമണത്തിന്റെ മറ്റൊരു സൂത്രധാരനായ ഡേവിഡ് ഹെഡ്ലിയെ ചോദ്യം ചെയ്യുന്ന സംഘത്തിൽ ബെഹ്റയും ഉൾപ്പെട്ടിരുന്നു. ഹരിദ്വാറിലെ കുംഭമേള, രാജസ്ഥാനിലെ പുഷ്കർ മേള എന്നിവയും ഭീകരർ ലക്ഷ്യമിട്ടിരുന്നെന്നും NIAയുടെ മുൻ ഇൻസ്പെക്ടർ ജനറൽ ലോക്നാഥ് ബെഹ്റ വെളിപ്പെടുത്തി. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സന്ദീപ് ഉണ്ണിത്താൻ എന്ന വ്യക്തിയുടെ വെളിപ്പെടുത്തലും നിർണായകമായിരുന്നു. മുംബൈയിലെ ജൽവായു വിഹാർ ആക്രമിക്കാൻ റാണ പദ്ധതിയിട്ടിരുന്നു. അതിനായി 2010 പൊവയിലെ ഒരു ഹോട്ടൽ താമസിച്ച് പാർപ്പിട സമുച്ചയം നിരീക്ഷിച്ചു വന്നിരുന്നു. ജൽവായു വിഹാർ ആക്രമിക്കാൻ തനിക്ക് പദ്ധതിയുണ്ടെന്ന് റാണ മുംബൈ ഭീകരാക്രമണത്തിന് പ്രധാന പങ്കുവഹിച്ച പാകിസ്ഥാനി അമേരിക്കൻ ഭീകരൻ ദാവൂദ് ഗിലാനിയോട് പറഞ്ഞിട്ടുണ്ടെന്നും മുതിർന്ന മാധ്യമപ്രവർത്തകൻ എക്സ്പോസ്റ്റിലൂടെ പങ്കുവച്ചിരുന്നു. അതേസമയം റാണയെ ഇന്ത്യയിൽ എത്തിച്ചപ്പോൾ റാണ പാക് പൗരനല്ല, കനേഡിയൻ പൗരനാണെന്ന നിലപാടാണ് പാക് വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചിരുന്നത്. 2 പതിറ്റാണ്ടായി തന്റെ പൗരത്വം പുതുക്കാൻ റാണ പരിശ്രമം നടത്തിയിട്ടില്ലെന്ന് പാക് വിദേശകാര്യ വക്താവ് ഷഫ്കത്ത് അലി ഖാൻ പറഞ്ഞു. കാനഡയിലേക്ക് കുടിയേറിയവർക്ക് പാകിസ്ഥാൻ ഇരട്ട പൗരത്വം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ റാണ കനേഡിയൻ പൗരനാണെന്ന് വ്യക്തമാണെന്ന് പാക് വിദേശകാര്യ വക്താവ് പറഞ്ഞു.